സർ, നമ്മുടെ മനോഭാവം മാറ്റാൻ വേണ്ടി അത് നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് സർ ചെയ്യേണ്ടത്? എന്റെ മോളെ, എത്രയോ കാലമായിട്ട് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇന്ന് സംഭവിച്ച കാര്യമാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് ഞാൻ പൂജപ്പുരയിൽ നിന്ന് നടക്കാൻ ഇറങ്ങുന്നു. വിശാലമായ റോഡിലൂടെ നടക്കുന്ന സമയത്ത് റോഡിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന മാലിന്യമാണ്. രാത്രി ആരോ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി എറിഞ്ഞ സമയത്ത് പൊട്ടി ചിതറിയതായിരിക്കണം. എന്തായാലും നടന്നുപോയി. ഒരു പുന്നക്കാമുകളിൽ എത്തുന്ന സമയത്ത് 5:45 പുന്നക്കാമുകളിൽ എത്തുന്ന സമയത്ത് ഒരാള് ഈ റോഡിൽ ചിതറിക്കിടക്കുന്ന മാലിന്യമെല്ലാം ഒരു പാത്രത്തിനകത്തേക്ക് ഇടുകയാണ്. ഈ പൊട്ടിയ മുട്ടയുടെ തോടുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ ഇറച്ചിയുടെ അവശിഷ്ടങ്ങളുണ്ട്, ഇങ്ങനെ പല സാധനങ്ങൾ, വല്ലാത്ത ദുർഗന്ധമുണ്ട്. ഇതെല്ലാം കൂടി അദ്ദേഹം പതുക്കെ പതുക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ അങ്ങോട്ട് മാറ്റുകയാണ്, റോഡിൽ നിന്ന് മാറ്റുകയാണ്. അപ്പൊ അദ്ദേഹം കണ്ട സമയത്ത് എന്നോട് ഇത്തിരി നീരസത്തോടു കൂടി എന്നോട് അദ്ദേഹം ചോദിച്ചു, സർ, നമ്മൾ മലയാളികൾ എന്താണ് മാറാത്തത്? നമ്മുടെ മനോഭാവം മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ന് ഇത്തിരി നീരസത്തോടു കൂടി ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യം ഓരോ മലയാളിയുടെയും ഹൃദയത്തിലാണ് കൊണ്ടത്. ഇന്നലെയാണ് ഞാൻ ലണ്ടൻ അയർലൻഡ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത്. വിദേശത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ, അതോടൊപ്പം അവിടെ ജീവിക്കുന്ന മലയാളികളുടെയും മനോഭാവം കാണുന്ന സമയത്ത് ശരിക്കും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ ഇവിടുന്ന് പോയ ആളുകൾ തന്നെ അല്ലേ അതെന്ന് സംശയിക്കാറുണ്ട്. കാരണം യാത്രയിൽ അവർ കാണിക്കുന്ന മര്യാദകൾ, മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള അവരുടെ മനോഭാവം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും അവരുടെ അച്ചടക്കം, കൃത്യനിഷ്ഠത, ഇതെല്ലാം എത്രമാത്രം മനോഹരമാണ് എന്ന് ചിന്തിക്കാറുണ്ട്. ഓരോ യാത്രയും കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മനോഭാവത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. യാത്രയിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ട അച്ചടക്ക ബോധം, അതുപോലെ തന്നെ ആളുകളെ പരിഗണിക്കാനുള്ള മനോഭാവം, കൃത്യനിഷ്ഠത, ഇതെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ വന്ന് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാനായിട്ട് മാറും. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹം നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ മലയാളികൾ അവിടെ പോകുന്ന സമയത്ത് നല്ല സ്വഭാവത്തിലേക്ക് മാറുന്നത്, അല്ലേ? 1-2 ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ മലയാളിയുടെ മനോഭാവം അവിടെ തന്നെ വ്യക്തമാണ്. എയർ ഹോസ്റ്റസിനോട് മദ്യത്തിന് വേണ്ടി കെഞ്ചുന്ന മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലപ്പുറം മറ്റ് യാത്രക്കാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതൊന്നും പരിഗണിക്കാതെ ഉറക്കെ സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തുന്നതിന് മുമ്പ് കേൾക്കാം എല്ലാവരും ബെൽറ്റ് അഴിക്കുന്നതിന്റെ കടകട ശബ്ദം, അവിടെ എയർ ഹോസ്റ്റസിന്റെ ബഹളം കേൾക്കാം. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. എന്താണ് നമ്മുടെ മലയാളിയുടെ മനോഭാവത്തിന് മാറ്റം വരാത്തത്? രാവിലെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അയർലൻഡിൽ വെച്ച് എനിക്ക് സംഭവിച്ചൊരു കാര്യം പറയാം. അയർലൻഡിൽ പോയ സമയത്ത് ഡബ്ലിനിൽ താമസിക്കുന്ന മിസ്റ്റർ അനിത്തും സിൽവിയയും എന്റെ ഫാമിലി ഫ്രണ്ട്സാണ്. അവരുടെ കൂടെയാണ് ക്ലിഫ്ഡൺ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറപ്പെട്ടത്. ഞങ്ങളൊരു വലിയ സംഘമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്ലിഫ്ഡൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ് റൂമിൽ പോകണമെന്ന് തോന്നി. അവരോട് പറഞ്ഞു, റെസ്റ്റ് റൂം കാണിച്ചു തന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് ഒരു 8-10 സായിപ്പുമാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ വകവയ്ക്കാതെ നേരെ വാഷ്റൂമിലേക്ക് കയറുന്നു. ഞങ്ങളുടെ കാര്യം സാധിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും ഇവർ, ഈ സായിപ്പുമാര്, മദാമ്മമാര്, അവർ വളരെ കൃത്യമായിട്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. സംഭവിച്ചത് ഇതാണ്. അതൊരു ക്യൂ ആയിരുന്നു. പക്ഷെ ആ ക്യൂയെ പരിഗണിക്കാതെ ഞങ്ങൾ അകത്തേക്ക് കയറിയ സമയത്ത് അവർ ഒന്നുകൂടി വൃത്തിയായി ക്യൂ പാലിച്ചു എന്നർത്ഥം. ഇത് യഥാർത്ഥത്തിൽ മുഖത്ത് അടിയേറ്റതുപോലെയായി. ഞാൻ പറഞ്ഞു വരുന്നത്, മാറ്റം ഉണ്ടായി തുടങ്ങേണ്ടത് അവനവനിലാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ഒരാൾ 20 വയസ്സുവരെ ലോകത്തെപ്പറ്റി പഠിക്കുകയായിരുന്നു. 20 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ലോകം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം ലോകം നന്നാക്കാൻ വേണ്ടി 10 വർഷം ശ്രമിച്ചു. 30 വയസ്സായി. അദ്ദേഹത്തിന് മനസ്സിലായി കുഴപ്പം ലോകത്തിനല്ല, നേരെമറിച്ച് രാജ്യത്തിനാണ്. പിന്നീടുള്ള 10 വർഷം അദ്ദേഹം രാജ്യം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. 40 വയസ്സായി. അദ്ദേഹത്തിന് മനസ്സിലായി കുഴപ്പം രാജ്യത്തിനല്ല, സംസ്ഥാനത്തിനാണ് എന്നുള്ളത്. പിന്നീടുള്ള 10 വർഷം അദ്ദേഹം സംസ്ഥാനം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. വയസ്സ് 50. പക്ഷെ മനസ്സിലായി സംസ്ഥാനത്തിനല്ല കുഴപ്പം, നാടിനാണ്. പിന്നീടുള്ള 10 വർഷം 60 വയസ്സാവുന്നത് വരെ അദ്ദേഹം നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി കുഴപ്പം നാടിനല്ല, വീടിനാണ് എന്നുള്ളത്. പിന്നീടുള്ള 10 വർഷം 70 വയസ്സുവരെ വീട് നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി വീടിനല്ല കുഴപ്പം, കുഴപ്പം എന്നിലാണ് എന്നുള്ളത്. പിന്നീടുള്ള 10 വർഷം തന്നെ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, തുടങ്ങേണ്ടത് അവനവനിലാണ്. ആദ്യം അവനവൻ നന്നായി കഴിഞ്ഞാൽ വീട് നന്നാവും, വീട് നന്നായി കഴിഞ്ഞാൽ നാട് നന്നാവും, നാട് നന്നായി കഴിഞ്ഞാൽ രാജ്യം നന്നാവും, രാജ്യം നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാവും. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും മഹാനായ കവി T.S. ഏലിയറ്റ് പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിനിടയിൽ നമുക്ക് കൈമോശം വന്ന ജീവിതം എവിടെ? അറിവിനിടയിൽ നമുക്ക് കൈമോശം വന്ന തിരിച്ചറിവ് എവിടെ? വിവരങ്ങൾക്കിടയിൽ നമുക്ക് കൈമോശം വന്ന വിവേകം എവിടെ? മോളെ, ഇത് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കാം.